ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. മൊണാലിസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാ, ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസയെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത് അല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന മൊണാലിസ ആ മൊണാലിസയല്ല. അതേക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണം. ഏതാണ്ട് 3,84,000 കിലോമീറ്റർ. മനുഷ്യരാശി നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കാൽവെപ്പ് ചാന്ദ്രയാത്രയാണ് എന്ന് നമുക്കറിയാം. 1969 അപ്പോളോ 11 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്നത്. പിന്നീടും പലതവണ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്. 1972 അപ്പോളോ 17 അവസാനത്തെ അപ്പോളോ പ്രോഗ്രാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ രഹസ്യമായി മനുഷ്യൻ പിന്നെയും ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോളോ 17 ശേഷം സിനിമയെ വെല്ലുന്ന ദൗത്യങ്ങൾ സംഭവിച്ചതായി പറയുന്നു. അവയിൽ ചിലത് സിനിമകളായും വന്നിട്ടുണ്ട്. അത് പിന്നൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇന്നത്തെ വിഷയം അപ്പോളോ 20 എന്ന രഹസ്യ ദൗത്യത്തെക്കുറിച്ചാണ്. ആദ്യമേ പറയാം, സംഭവം കോൺസ്പിറസി തിയറിയാണ്. എന്നാൽ കേട്ടിരുന്നു പോകുന്ന ഒരു കോൺസ്പിറസി തിയറി. 2007 മുതൽ ഇതേക്കുറിച്ച് ഒരുപാട് കഥകൾ ഇന്റർനെറ്റിൽ പരക്കുന്നുണ്ട്. 1971 നടന്ന അപ്പോളോ 15 ഭാഗമായി ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തെ ഒരു ഫോട്ടോഗ്രാഫ് പുറത്തു വന്നിരുന്നു. അതിൽ സംശയാസ്പദമായ ഒരു വസ്തു. എന്തായിരിക്കാം ആ വസ്തു? കാഴ്ചയിൽ ഒരു സിഗരറ്റ് പോലെ തോന്നുന്ന ആ വസ്തുവിന് മീറ്ററുകളോളം നീളമുള്ളതായാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ആ വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രമുഖരായ ചില റിമോട്ട് വ്യൂവേഴ്സിനെ നാസ ഉപയോഗിച്ചതായാണ് പറയപ്പെടുന്നത്. അതായത് ഭൂമിയിൽ ഇരുന്ന് കണ്ണടച്ചുകൊണ്ട് അങ്ങകലെയുള്ള ചന്ദ്രനിൽ കിടക്കുന്ന ആ വസ്തു എന്താണ് എന്ന് പറയാൻ സാധിക്കുന്നവർ. അതായത് റിമോട്ട് വ്യൂവിങ്ങിൽ അന്ന് നാസയും വിശ്വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. അങ്ങനെ അവർ ആ വസ്തുവിനെ കണ്ടെത്തി. അതൊരു പേടകമാണ് എന്നാണ് അവർ പറയുന്നത്. അതും 1.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ചത് എന്ന്. വില്യം റാറ്റ്ലഡ്ജ് അപ്പോളോ 19 എന്ന പരാജയപ്പെട്ട മിഷനിലും അപ്പോളോ 20 പങ്കെടുത്തിരുന്നു എന്ന് അവകാശപ്പെടുന്ന റാറ്റ്ലഡ്ജ് പുറത്തുവിട്ടത് എന്ന രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ ലോകമറിയുന്നത്. 1976 വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നുമാണ് അപ്പോളോ 20 എന്ന പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോളോ 20 ഒരു ക്ലാസിഫൈഡ് ജോയിന്റ് സ്പേസ് മിഷനായാണ് റാറ്റ്ലഡ്ജ് വിശദീകരിച്ചത്. അതായത് ഈ മിഷനിൽ അമേരിക്കയും റഷ്യയും ഒറ്റക്കെട്ടായിരുന്നു എന്ന്. അതിനെ തെളിയിക്കുന്ന ചില തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിൽ കൃത്യമായി കാണാൻ സാധിച്ചത് ഒരു മൊഡ്യൂൾ കൺട്രോൾ പാനലാണ്. അതിൽ പതിച്ചിരുന്ന ഒരു കൊടിയും കാണാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ അമേരിക്കൻ ഫ്ലാഗാണെന്ന് തോന്നുമെങ്കിലും അതങ്ങനെയല്ല. അത് അമേരിക്കൻ സോവിയറ്റ് ഫ്ലാഗ് ആയിരുന്നു. അതിന് തൊട്ടു താഴെ അപ്പോളോ 20 എംബ്ലവും കാണാൻ കഴിയും. ഇങ്ങനൊരു പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കിയത് അപ്പോളോ 15 എടുത്ത ആ ഫോട്ടോഗ്രാഫിൽ പതിഞ്ഞ ആ വസ്തു. അതായത് റിമോട്ട് വ്യൂവേഴ്സ് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ ചന്ദ്രനിൽ പതിച്ച ആ പേടകം സത്യമാണോ എന്നറിയുകയായിരുന്നു. അപ്പോളോ 20 എന്ന ദൗത്യത്തിൽ റാറ്റ്ലഡ്ജ്, സ്നൈഡർ, ലെനോവ് എന്നിങ്ങനെ 3 പേരായിരുന്നു പങ്കെടുത്തിരുന്നത്. 1971 സോവിയറ്റ് യൂണിയൻ അവർക്ക് ലഭിച്ച ചില തെളിവുകളുമായി അമേരിക്കയെ സമീപിച്ചിരുന്നു. ആ തെളിവുകളുടെ രഹസ്യം കണ്ടെത്താൻ അമേരിക്കയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അങ്ങനൊരു കൂടിക്കാഴ്ചയിൽ. അന്ന് അവർ കൊണ്ടുവന്ന തെളിവുകളിൽ അപ്പോളോ 15 എടുത്ത ചിത്രത്തിലെ ആ അജ്ഞാത വസ്തുവിൻ്റെ വ്യക്തമായ രൂപം കാണാമായിരുന്നു. അത് നാച്ചുറലായി സൃഷ്ടിക്കപ്പെട്ട ഒരു കല്ലോ പാറയോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിത്രങ്ങൾ. ശേഷം 1975 അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആദ്യമായി ഒന്നിച്ച അപ്പോളോ സോയൂസ് ബഹിരാകാശ പദ്ധതിക്ക് ശേഷം 1976 അപ്പോളോ 20 സംഭവിച്ചു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആ വസ്തു കിടന്ന സ്ഥലത്തിനെ ലക്ഷ്യമാക്കി അവർ നീങ്ങി. ആ സ്ഥലത്തോട് അടുക്കും തോറും ഒരു മല പോലെ എന്തോന്ന് അവർക്ക് കാണാമായിരുന്നു. പൊടുന്നനെ അവർക്ക് മനസ്സിലായി അതൊരു മലയല്ല, അതാണ് ആ പേടകം എന്ന്. അതിനെ ഒരു മദർഷിപ്പായാണ് അവർ കണക്കാക്കിയത്. ഏതാണ്ട് 800 അടി ദൂരെ അവർ ലാൻഡ് ചെയ്തു. അവിടെ നിന്നും നടന്നാണ് അവർ ആ സ്പേസ് ഷിപ്പിനടുത്തേക്ക് നീങ്ങിയത്. ചന്ദ്രന്റെ ഉപരിതലത്തോട് സാമ്യം തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ വസ്തു കിടന്നിരുന്നത്. അതിനോട് അടുക്കും തോറും അതിൻ്റെ വലുപ്പം അവർക്ക് മനസ്സിലായി. ഏതാണ്ട് 300 അടിയിൽ കൂടുതൽ ഉയരവും 3500 മീറ്ററോളം നീളവും ആ പേടകത്തിനുണ്ടായിരുന്നതായി പറയുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അതിവിടെ പതിച്ചതാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. ചന്ദ്രനിലെ പൊടിപടലങ്ങളാൽ മൂടപ്പെട്ട് കിടന്ന ആ വസ്തു അവിടെ തന്നെയുള്ള എന്തോ ഒന്നായേ ആർക്കും തോന്നുകയുള്ളൂ. റാറ്റ്ലഡ്ജ് പറയുന്നു, ഭൂമിയിൽ ദിനോസറുകൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ വസ്തു ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കാം. ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ കണ്ടെത്തിയതെല്ലാം തീരെ ചെറുതാണ്. ഇതിനു മുമ്പിൽ നിൽക്കുമ്പോൾ താനും തീരെ ചെറുതായി തനിക്ക് അനുഭവപ്പെടുന്നു.
ഈ ഒരു പേടകത്തിൻ്റെ ഒരു കഷണമെങ്കിലും തിരികെ വരുമ്പോൾ കൊണ്ടുവരണമെന്ന് നാസ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ ഉപകരണങ്ങൾക്ക് ആ പേടകത്തിൽ ഒരു പോറൽ പോലും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അവരെ കാത്തിരുന്നത് അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ചിലതായിരുന്നു. ആ ഒരു പേടകത്തിൻ്റെ കഷ്ണത്തിലൂടെ ആ പേടകത്തിൻ്റെ പഴക്കം എത്രയാണ് എന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ സാങ്കേതിക വിദ്യ എന്തൊക്കെയാണ് എന്നും തിരിച്ചറിയാൻ കാത്തിരുന്നവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ജീവന്റെ തെളിവുകളായിരുന്നു. അവർ ആ പേടകത്തിൽ നട്ടു വളർത്തിയ ചെടികളുടെ അവശിഷ്ടങ്ങൾ. എന്നാൽ അവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിനുള്ളിൽ കണ്ട 2 മൃതദേഹങ്ങളാണ്. ഒന്ന് മുഴുവനായും നശിച്ചു പോയതും മറ്റൊന്ന് മനുഷ്യനാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹവും. ഏതാണ്ട് 5.5 അടിയിൽ കൂടുതൽ വലുപ്പം വരുന്ന ആ മൃതദേഹത്തിന് 2 കൈകളും 2 കാലുകളും ഉണ്ടായിരുന്നു, മനുഷ്യരെ പോലെ. എന്നാൽ അതിലെല്ലാം 6 വിരലുകൾ കാണാമായിരുന്നു. അവളുടെ നെറ്റിയിൽ നിന്നും കണ്ണിലേക്കും കണ്ണുകളിൽ നിന്നും കവിളുകളിലേക്കും എന്തോ കോലുപോലുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവളെ അവർ വിളിച്ചു മൊണാലിസ. അവരിൽ ഒരാളായിരുന്ന ലിയോണ സ്നൈഡർ ഒരു ബയോ കെമിസ്റ്റ് കൂടിയായിരുന്നു. അവരുടെ സ്റ്റെതസ്കോപ്പിലൂടെ ആ മൃതദേഹത്തെ അവർ നിരീക്ഷിച്ചു. അതിലൂടെ അവർക്ക് ഒരു ശബ്ദം കേൾക്കാമായിരുന്നു. അത് ഒരു ഹൃദയമിടിപ്പിന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ആ മൃതദേഹത്തിനുള്ളിലൂടെ എന്തോ ഒരു ദ്രാവകം ചലിക്കുന്നതിൻ്റെ ശബ്ദമായിരുന്നു. കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി ആ മൃതദേഹം അവർ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് നടന്ന വിഷയങ്ങളെല്ലാം ഇന്നും രഹസ്യങ്ങളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആരും അറിയാത്ത രഹസ്യങ്ങൾ. തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, ഒരു ഡീബങ്ക് ചെയ്യപ്പെട്ട കോൺസ്പിറസി തിയറി. പ്രധാനമായും 2 ഫൂട്ടേജിലൂടെയാണ് ഇത് ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടത്. ഒന്നാമത്തെ ഫുട്ടേജ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കൊടി പതിപ്പിച്ച അപ്പോളോ 20 കൺട്രോൾ പാനലിലേത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫുട്ടേജും, 2 മനുഷ്യൻ്റേതല്ലാത്ത എന്നാൽ മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു സ്ത്രീ രൂപത്തിൻ്റെ മൃതശരീരത്തിൻ്റെ ഫുട്ടേജ്. ഈ 2 ഫുട്ടേജും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. തിയേറി സ്പെറ്റ് എന്ന ആർട്ടിസ്റ്റ് സൃഷ്ടിച്ചതാണ് ഇതെല്ലാം എന്നാണ് പിന്നീട് പുറത്തു വന്നിട്ടുള്ളത്. തൻ്റെ പുസ്തകമായ അപ്പോളോ 20 ദ അൺനോൺ മിഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ച കഥയാണ് ഇവിടെ ഇപ്പോൾ അപ്പോളോ 20 രഹസ്യ ദൗത്യമായി വിശദീകരിക്കപ്പെട്ടത്. ആ സൃഷ്ടിച്ച വീഡിയോകളെല്ലാം പിന്നീട് പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ വിൽപ്പനയ്ക്ക് ഒരുപാട് സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതോടെ ആ കോൺസ്പിറസി തിയറി അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല. ആ മൃതദേഹം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ശേഷം ആ ദൗത്യം രഹസ്യമാക്കി വെക്കാൻ നാസ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ഇങ്ങനൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ സൃഷ്ടിച്ചതാണ് ഈ വീഡിയോ എന്ന വാദം എന്നൊക്കെയാണ് ഒരു വലിയ ശതമാനം ആളുകളും വിശ്വസിക്കുന്നത്. അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കമൻറ്റുകൾ കൂമ്പാരമാവട്ടെ.